ഞാന് വളരെ ആശങ്കയോടെയാണ് ഈ മീറ്റിംഗില് അമേൻ ദൈവവചനം സംസാരിക്കുവാനായിട്ട് ഞാൻ വന്നത്. കാരണമുണ്ട്. ഞാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് ഞാനിങ്ങനെ വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ വർഷം പ്രാരംഭത്തിൽ ഉം, ജനുവരി 2-ാം തീയതി നടന്ന ഒരു ഞങ്ങളുടെ ചർച്ചിൽ നടന്ന ഒരു ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ അപ്പോൾ തന്നെ എന്റെ ഡയറി എടുത്ത് അത് ഞാൻ എഴുതി വെക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ അപ്പൊ അതുകൊണ്ട് തന്നെ ദൈവവചനം സംസാരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വന്നപ്പോ കർത്താവ് എനിക്ക് തന്ന വചനത്തിൽ ഞാനൊരു ദൈവത്തോട് ഒരു കൺഫർമേഷൻ ചോദിച്ചു. കർത്താവെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ വചനം ഒരുപക്ഷെ ഈ കേൾക്കുന്ന ഈ ജനം ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് മറ്റൊരു ആ ചിന്തയായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ദൂതുകളായിരിക്കാം. പക്ഷെ കർത്താവ് എനിക്ക് തന്ന ഈ വചനം ഞാൻ എങ്ങനെ സംസാരിച്ചാൽ അവരെങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഞാൻ ഇങ്ങനെ വളരെ ആശങ്കയോടാണ് ഇരുന്നത്. പക്ഷേ എനിക്ക് ദൈവം തന്ന ഒരു കൺഫർമേഷൻ, സിസ്റ്റർ മോളി റോസമ്മ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ അതിൽ നിന്ന് ദൈവം എന്നോട് സംസാരിച്ചു. കർത്താവിന്റെ ദാസൻ ബ്രദർ സിറിൽ തന്റെ ആമീൻ ഉപക്രമമായി പറഞ്ഞ ആ വചനങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. നീ ധൈര്യമായിട്ട് ഈ വചനം സംസാരിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്യുവാനിടെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കർത്താവിന്റെ ദാസൻ പറഞ്ഞതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു. ഈ ദിവസങ്ങളെല്ലാം ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ലേഖനങ്ങളാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഴയ നിയമ ക്യാരക്ടേഴ്സിനെയോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ ക്യാരക്ടേഴ്സിനെയോ ഒന്നിനെയും നമ്മൾ അവോയ്ഡ് ചെയ്യുകയില്ല. ദൈവമക്കളെ, പ്രായോഗികമായ ക്രിസ്തീയ ജീവിതത്തിന് ദൈവം നമുക്ക് തന്ന ഉപദേശങ്ങളാണ് ലേഖനങ്ങൾ എന്ന് പറയുന്നത്. കർത്താവിന്റെ ദാസി മോളി സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഇത് കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. ഈ ലക്ഷണങ്ങൾ മുഴുവൻ ദൈവജനം പീഡിപ്പിക്കപ്പെടുന്നു. എവിടെയില്ല നോക്ക്, ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് ഹൈന്ദവരിലൂടെയാണെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലെല്ലാം ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നത് മുസ്ലിം തീവ്രവാദികള്, IS ഭീകരര്, അൽ ഖ്വയ്ദ ഭീകരര്, ബോക്കോ ഹറാം തീവ്രവാദികള്, ഇവരെല്ലാം വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ദൈവജനം ഇത്രത്തോളം പീഡയിലൂടെ കടന്നു പോകുന്നത്? ഇതെല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുക. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പോഴും കർത്താവിന്റെ സന്നിധിയിൽ ഇവിടുത്തെ അനുഗ്രഹങ്ങൾ, ഇവിടുത്തെ വിടുതലുകൾ, ഇവിടുത്തെ സൗഖ്യം, ഇവിടുത്തെ വീട്, ഇവിടുത്തെ സമ്പത്ത്, ഇതിനെയെല്ലാം ആഗ്രഹിച്ച് നമ്മൾ ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാ ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ചെയ്യണം. എന്റെ ദൈവമക്കളെ, നമ്മുടെ ആ കാഴ്ചപ്പാട് മാറട്ടെ. ലേഖനങ്ങൾ പഠിക്കാൻ ശരിയാണ്, അല്പം ടഫ് ആണെങ്കിലും നിങ്ങൾ ഒത്തിരി അധ്യായങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും ഒരു 5 വാക്യമെങ്കിലും ലേഖനത്തിൽ നിന്ന് ഒരു ദിവസം വായിക്കണം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, കർത്താവെ, എനിക്ക് ഈ വായിക്കുന്ന വചനങ്ങൾ ഗ്രഹിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണം. വാസ്തവത്തിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ വളരെ സന്തോഷം. വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക, നമ്മളെ തന്നെ ക്രമീകരിക്കാൻ. കാരണം വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാനത്തിൽ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തോട്ടെ, അശുദ്ധൻ ഇനിയും അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടിക്കോട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുക്കുവാൻ എന്റെ കർത്താവ് വരാറായി. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണെന്നുള്ളൊരു ബോധത്തോടെ, നമ്മളെ കാണുന്ന ഒരു കർത്താവ്, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധി, നമ്മുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിലാണ് ഇരിക്കുന്നതെങ്കിലും ഭയഭക്തിയോടെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന ഒരു ദൈവത്തിന്റെ പാദപീഠത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി ഇരിക്കാം. ഹല്ലേലൂയ. കർത്താവിനോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഇന്ന് പകല് കർത്താവെ, അല്പസമയമാണ് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുന്നെങ്കിലും അപ്പൊ ഞങ്ങളോട് സംസാരിക്കാനുള്ള ദൂതുകള് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് തരുമാറാകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എനിക്ക് വേണ്ടിയും എന്റെ ദൈവമക്കൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാം. ആദ്യം ഈ ദൂത് എനിക്കുള്ളതാണ്, പിന്നീടാണ് നിങ്ങൾക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയോട് അടുത്ത് ചെല്ലാം. ഹല്ലേലൂയ. ഒരു മറിയ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് നല്ല അംശം തിരഞ്ഞെടുത്തതുപോലെ കർത്താവ് അവളെ കുറിച്ച് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമുണ്ട്. ഹാലലുയ, അവൾ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്ന് ആരും അപഹരിക്കുകയില്ല. ദൈവമക്കളെ, നമ്മൾ നിത്യത്തിലെത്തുന്നവരെ
നമ്മിൽ പകർന്നിരിക്കുന്ന ഈ ദൈവവചനങ്ങൾ ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും, നമ്മുടെ ജീവിതത്തിൽ അതൊരു വിടുതലായി തീരും, നമ്മുടെ വിശുദ്ധിക്ക് അത് കാരണമായി തീരും. ഹാലലി നമ്മുടെ സകല അഴുക്കുകളെ കഴുകിക്കളഞ്ഞ് ഇന്ന് കേൾക്കുന്ന വചനത്താൽ നാം വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവെ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ ദൈവമേ, ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ദയക്കായി സ്തോത്രം. പാട്ടിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ, അങ്ങയുടെ ദാസനിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചല്ലോ. തുടർന്ന് അല്പസമയം കൂടെ കർത്താവെ, അങ്ങേക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ള ദൂതുകൾ അവിടുന്ന് ഞങ്ങളെ കേൾപ്പിക്കണേ കർത്താവെ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനത്തിന് കാരണമായി തീരണേ അപ്പാ. ഒന്നുകൂടെ അങ്ങയോട് അടുക്കുവാൻ ഒരു മുഖാന്തരമായി തീരണേ അപ്പാ. ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് കർത്താവെ, അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങുവാനുള്ളൊരു ആമേൻ മുഖാന്തരമാക്കി ഇന്നത്തെ വചന ശുശ്രൂഷയെ അവിടുന്ന് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുക്കരുത്ത് ഞങ്ങളെ ഭരമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകും. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ്. നമുക്ക് ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വചനത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ 47-ാമത്തെ പുസ്തകമാണ് ഈ 2 കൊരിന്ത്യർക്ക് എഴുതിയ ഈ ലേഖനം എന്ന് പറയുന്നത്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് വേണ്ടിയിട്ട് 2 ലേഖനങ്ങൾ എഴുതി. ആമേൻ. അതില് കൊരിന്ത് സഭ എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുന്നത് മാസിഡോണിയയിൽ വെച്ചാണ് അദ്ദേഹം ഈ ലേഖനം എഴുതുവാൻ ഇടയായി തീർന്നത്. ആമേൻ. ലേഖനം എഴുതുവാനുള്ള കാരണമുണ്ട്. താന് 18 മാസം ആമേൻ താമസിച്ച് പ്രവർത്തിച്ച ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്ന പട്ടണം. അവിടെ അദ്ദേഹം 18 മാസം താമസിച്ച് സുവിശേഷം അറിയിച്ച് ദൈവവചനം പ്രസംഗിച്ച് അവിടെയുള്ള ഒരുപറ്റം ജനത്തെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ഇടയായി. അങ്ങനെ ഒരു സഭ ആമേൻ കൊരിന്ത് പട്ടണത്തിൽ രൂപീകൃതമാകുവാൻ ഇടയായി തീർന്നു. ഒരു കൊരിന്ത്യൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്നവൻ എന്ന് ആമേൻ ആ കാലഘട്ടങ്ങളിൽ പറയപ്പെട്ടിരുന്നു. വെച്ചാൽ അതുപോലെ അധപ്പതിച്ച ജീവിതം നയിക്കുന്ന, ദുർനടപ്പിന്റെ ജീവിതം നയിക്കുന്ന അങ്ങനെയുള്ള ഒരു ജനസമൂഹം പാർക്കുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത് പട്ടണം. അവിടെയാണ് കർത്താവിന്റെ ദാസൻ കടന്നു ചെന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുകയും അനേകർ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു ദൈവത്തിന്റെ വഴിയിലേക്ക് വന്നു. ചില നാളുകൾ കഴിഞ്ഞ് കൊരിന്ത്യ സഭയെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കേൾക്കുന്ന ഒരു കേൾവിയുണ്ട്: നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടി. പിന്നെയും പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുകാർ ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. ഒരുത്തൻ തന്റെ പിതാവിന്റെ സഹോദരിയെ വെച്ചുകൊള്ളുന്നു പോലും. ഇങ്ങനെയൊക്കെയുള്ള അധപ്പതിച്ച ആത്മീയ ജീവിതം നയിക്കുന്ന, കുത്തഴിഞ്ഞ ആത്മീയ ജീവിതം നയിക്കുന്ന വ്യക്തികളെ കുറിച്ച് ആ കൊരിന്ത്യ സഭ താൻ 18 മാസം താമസിച്ച് പ്രവർത്തിച്ച് ദൈവവചനം പഠിപ്പിച്ച് സതുപദേശങ്ങൾ ഉപദേശിച്ചു കൊടുത്ത സഭ ഇന്ന് കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് പോയപ്പോൾ തന്റെ ഹൃദയം വേദനിക്കുവാനിടയായി. താന് ഒരു ലേഖനം എഴുതി തീത്തോസിന്റെ കയ്യിൽ കൊടുത്ത് അവിടേക്ക് വിടുന്നതായിട്ട് 1 കൊരിന്ത്യർ ലേഖനം അങ്ങനെ താൻ എഴുതിയതാണ്. ഈ ലേഖനം കിട്ടി, അത് വായിച്ചു കഴിഞ്ഞ്, ലേഖനം എന്ന് പറയുന്നത് ഒരു കത്താണ് ദൈവമക്കളെ. തന്റെ ആശയങ്ങൾ കത്ത് രൂപത്തില് തനിക്ക് ദൈവം തന്ന നിർദ്ദേശങ്ങളും തനിക്ക് ദൈവം തന്ന പ്രബോധനങ്ങളും ദൈവജനത്തിന് വേണ്ടി താൻ എഴുതിയ ഒരു കത്താണ് ഈ ലേഖനം എന്ന് പറയുന്നത്. ആ കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കത്തിനകത്ത് നിന്ന് പരിശുദ്ധാത്മാവ് ആ വ്യക്തികളോട് സംസാരിച്ചപ്പോ കൊരിന്തിലുള്ള ആ വ്യക്തികളൊക്കെ മാനസാന്തരപ്പെടുവാനിടയായി. അതിനുശേഷം സംഭവിച്ചത്, അവിടെ ഉണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാർ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയും പൗലോസ് യഥാർത്ഥമായിട്ടൊരു ദൈവഭക്തനല്ല എന്നുള്ള രീതിയിൽ, അതായത് പൗലോസ് യഥാർത്ഥമായ ഒരു അപ്പോസ്തലനല്ല എന്നുള്ള രീതിയിൽ പൗലോസിന് വിരോധമായി പ്രസംഗിക്കുകയും, അതും യഹൂദ ക്രിസ്ത്യാനികളാണെന്ന് ഓർക്കണം, സഭയിലുള്ള ക്രിസ്ത്യാനികളായ ദൈവമക്കളാണ് ആ അപ്പോസ്തലനെ വിരോധമായിട്ട് എഴുന്നേറ്റപ്പോൾ തന്റെ ഹൃദയത്തെ അത് വല്ലാതെ വേദനിപ്പിക്കുവാനിടയിൽ താന് അവർക്കുള്ള
ആ ദുരുപദേഷ്ടാക്കന്മാർക്കുള്ള ഒരു വാണിംഗ് ആയിട്ടും, ഒപ്പം തന്റെ അപ്പോസ്തലത്വം താൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണെന്നും, സുവിശേഷത്തിന് വേണ്ടി താൻ എന്തെല്ലാം കഷ്ടം സഹിക്കുന്നുവെന്നും, തല്ലും തടവും ആമേൻ പട്ടിണിയും പൈതാഹവും കള്ള സഹോദരന്മാരാലുള്ള ആപത്തും, ആമേൻ കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, നമുക്കറിയാം പൗലോസ് സഹിച്ച കഷ്ടങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം താൻ പറയുവാൻ, താൻ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് താൻ പ്രാപിച്ച അപ്പോസ്തലത്വം ആമേൻ അത് കർത്താവിങ്കിൽ നിന്നാണെന്നും, താൻ ഇന്ന് അനുഭവിക്കുന്ന ഈ കഷ്ടങ്ങൾക്കും ഈ ഞെരുക്കങ്ങൾക്കും ഈ നിന്ദകൾക്കും ആമേൻ ഈ വേദനകൾക്കും എല്ലാം ആമേൻ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യ ഖനം ആമേൻ ഞങ്ങൾക്ക് കിട്ടുവാൻ കാരണമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ലേഖനത്തിൽ ദൈവാത്മാവിൽ ആമേൻ താൻ കൊരിന്തിലുള്ള ദൈവമക്കളെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ആമേൻ. വേറൊരു സുവിശേഷം നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ദൈവമക്കളെ, ആ സുവിശേഷത്തിലേക്ക് നിങ്ങൾ മാറിപ്പോകരുത്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പോലും വന്ന് വേറൊരു സുവിശേഷം നിങ്ങളോട് അറിയിച്ചാൽ നിങ്ങൾ കേട്ട ആ പത്യവചനം വിട്ട് നിങ്ങൾ ഒരിക്കലും പിന്മാറിപ്പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദൈവജനത്തെ ഉറപ്പിക്കുകയാണ്. എന്റെ ദൈവമക്കളോട് ഞാൻ പറയാം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അനേകർ പിന്മാറിപ്പോകുന്ന കാലഘട്ടം. നമ്മൾ എപ്പോഴും പറയും വടക്കേ ഇന്ത്യയിൽ ഖർബാപ്പസി നടക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ എത്ര ദൈവമക്കൾ ഒരുമിച്ച് കൂട്ടത്തോടെ ഖർബാപ്പസി ചെയ്യുന്നില്ല. ആമൻ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് എത്രയോ ദൈവമക്കളാണ് പിന്മാറിപ്പോകുന്നത്. ആമൻ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ സഭയിൽ ഇന്ന് ഏകദേശം 100-ലധികം വിശ്വാസികളെ ദൈവം ഞങ്ങൾക്ക് തന്നു. പക്ഷെ ഞാൻ ഓർക്കുന്നു, ആമൻ ഏകദേശം 3 വർഷത്തിലധികമേ ആയുള്ളൂ ഞങ്ങൾ ആ പുതിയ മിനിസ്ട്രി അവിടെ ആരംഭിച്ചിട്ട്. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്തതിനു ശേഷം ദൈവം തന്ന ഒരു ദർശന പ്രകാരം തലയോലപ്പറമ്പിൽ, ഞങ്ങൾ കടുത്തുരുത്തിക്കടുത്തുള്ള തലയോലപ്പറമ്പില് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വന്നു. അവിടെ വന്നിട്ടുള്ള വ്യക്തികളെ ഞാൻ ഓർക്കുന്നു, ആമീൻ അവരെല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ ഒരു 1000-കണക്കിന് വരുന്ന സഭയിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവര് വരുന്നു, വചനം കേൾക്കുന്നു, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്നു, ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, വിടുതൽ ലഭിക്കുന്നു, അവര് വീണ്ടും അവരുടെ പഴയ മാർഗത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ആമേൻ. എന്നാൽ കർത്താവിന്റെ ദാസൻ മുൻപേ ഓർപ്പിച്ചതുപോലെ, അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ സഭയില് മറ്റൊന്നും പറയുന്നില്ല, ലേഖനങ്ങൾ പഠിപ്പിക്കുക. കാരണം എന്തെന്നറിയാമോ, ഈ ഉപദേശം പഠിപ്പിച്ചാൽ മാത്രമേ ദൈവസന്നിധിയിൽ അവർ നിൽക്കുകയുള്ളൂ. കർത്താവ് തന്നെ പറഞ്ഞു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്തുകൊണ്ടാണ് പിന്മാറ്റം സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവജനം മടങ്ങിപ്പോകുന്നത്? ആമേൻ. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സത്യത്തിന്റെ പ്രകാശനം ലഭിച്ച ശേഷം പിന്മാറിപ്പോകിയ ഒരുപറ്റം പേർ. ആമേൻ. അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം തന്നെയാ കർത്താവിന്റെ ദാസിമാരൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. വിളിക്കപ്പെട്ടവർ അനേകരാണ്, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. എന്റെ സഹോദരങ്ങളോട് പറയട്ടെ, ആ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായി ദൈവത്തിന് നന്ദി പറയണം. പ്രതിസന്ധികൾ വരില്ലെന്നല്ല ദൈവമക്കളെ, കഷ്ടതകൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ട്. ദൈവവചനം പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആമേൻ. നമുക്ക് മുൻപേ ഒരു നായകനുണ്ട്. ആമേൻ. കഷ്ടങ്ങളെ ജയിച്ച നായകൻ പൗലോസ് അപ്പോസ്തലൻ അനുഭവിച്ച ക്രിസ്തുവിന് ശേഷം ഏറ്റവും കൂടുതൽ കഷ്ടം സഹിച്ച ഒരു മനുഷ്യനാ ആമേൻ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നത്. തന്നെ ഈ കഷ്ടം സഹിക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട തനിക്ക് ഒന്നും മനസ്സിലായി, താൻ ഈ ഭൂമിയിൽ സഹിക്കുന്ന കഷ്ടതകൾ ആമേൻ തേജസിന്റെ ആ സിംഹാസനത്തില് ആമേൻ തനിക്കൊരു വലിയ പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു ഉത്തമമായ ധൈര്യം. അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ നടുവിൽ ദൈവജനത്തെ ആമേൻ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം താന് എഴുതുവാൻ ഇടയായി തീർന്നത്. ആമേൻ. നമുക്ക് 5-ാം അധ്യായത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ വായിക്കുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഈ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം സ്വർഗത്തിൽ ഞങ്ങൾക്കുണ്ടെന്നറിയുന്നു. എന്റെ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മുടെ അകത്ത മനുഷ്യൻ ശക്തിപ്പെടണം. ഹാലലുയ. ഈ ദിവസങ്ങൾ നമുക്കറിയാം, കേരളത്തിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരില്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ നിമിഷം കഴിയും തോറും ഹാലലുയ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പുറകോട്ട് വലിക്കുവാൻ പല പ്രതിസന്ധികളും നമ്മുടെ മുമ്പിലും കടന്നു വരാം. ആമേൻ. ഞങ്ങളുടെ ചർച്ചില് ഷീല എന്ന് പറഞ്ഞൊരു സിസ്റ്റർ, ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു സഹോദരിയ. അവർക്ക് 2 ആൺകുഞ്ഞുങ്ങളാണുള്ളത്.
ആ കുഞ്ഞിന്റെ മൂത്ത മകന്റെ വിവാഹം ഇപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് അവർ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു. ആ പെണ്ണിന്റെ വീട്ടിലുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു, ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു, പത്രിക മേടിച്ചു കൊടുക്കണം, SNDP-യിൽ നിന്നും പത്രിക മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ഷീല സിസ്റ്റർ വല്ലാത്ത പ്രതിസന്ധിയിലായി. 35 വർഷമായിട്ട് ആ സഹോദരി SNDP-യുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ചർച്ചിൽ വന്ന് സ്നാനപ്പെട്ടിട്ട് 3 വർഷമേ ആയുള്ളൂ. പക്ഷേ ആ സഹോദരി SNDP-ക്കാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എന്റെ 2 മക്കള് ഇപ്പോഴും ക്രിസ്ത്യാനികളാകാതെ നിങ്ങളുടെ മാർഗത്തിൽ നിൽക്കുക, എന്റെ മകന്റെ വിവാഹമാണ്, എനിക്ക് പത്രിക തരണം എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ, അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, അങ്ങനെ പത്രിക തരാൻ പറ്റില്ല, നിങ്ങൾക്ക് തിരിച്ച് ഈ മാർഗത്തിലേക്ക് വരാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഷീല സിസ്റ്റർ പറഞ്ഞു, ഞാൻ എന്നെ കൊന്നാലും ശരി, ഞാൻ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞ്, എന്റെ മകന്റെ വിവാഹം നടത്തിയാകട്ടെ നടക്കാതിരിക്കട്ടെ, പക്ഷെ ഞാൻ പുറകോട്ട് വരത്തില്ല, ഈ യേശുവിനെ വിട്ട് എനിക്കൊരു ജീവിതമില്ല, നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ തരാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ 35 കുടുംബം ഈ ഒരു യൂണിറ്റിലുണ്ട്, ഞങ്ങൾ അവരുമായിട്ട് ആലോചിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു. ആ സഹോദരി വല്ലാതെ പ്രയാസപ്പെട്ടു. മക്കളാണെങ്കിൽ വീടിനകത്ത് ഭയങ്കര പ്രശ്നം, അമ്മ ഇങ്ങനെ പോയതുകൊണ്ട് ഞങ്ങളുടെ വിവാഹം നടക്കത്തില്ല, ഞങ്ങൾക്ക് ഭാവിയില്ല, ഇങ്ങനെ പറഞ്ഞ ആ സഹോദരിയെ വല്ലാതെ മാനസികമായി പീഡിപ്പിക്കാൻ തുടങ്ങി. അവരുടെ ബന്ധുക്കളെല്ലാം കൂടെ ആ സഹോദരിയെ വല്ലാതെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും താൻ നിരാശപ്പെടുക. പക്ഷേ ദൈവസന്നിധിയിൽ വരുമ്പോൾ കേൾക്കുന്ന തിരുവചനങ്ങൾ, ഈ ഭൂമിയിൽ നാം അനുഭവിക്കുന്ന ഈ കഷ്ടതകളൊക്കെ നിത്യരാജ്യത്തിന് വേണ്ടി നമ്മെ ഒരുക്കുന്നതാണെന്നും, ഇതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ യാതൊരു ശക്തിക്കും കഴിയില്ല എന്നുള്ള തിരുവചനങ്ങൾ ദൈവസന്നിധിയിൽ കേൾക്കുമ്പോൾ ആ സഹോദരി വീണ്ടും ധൈര്യപ്പെടുവാൻ ഇടയെത്തുന്നു. കഴിഞ്ഞ ദിവസം വന്ന് എന്നോട് പറഞ്ഞു, സിന്ധു സിസ്റ്റർ, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് വന്നാലും ഞാൻ കർത്താവിനെ വിട്ടു പോകത്തില്ല. ഞാൻ പറഞ്ഞു, ധൈര്യമായിട്ട് നിൽക്കും, നമ്മുടെ കർത്താവ് പരതുന്ന ദൈവമാണ്, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെയുള്ളവനാ നമ്മുടെ ദൈവം. സ്തോത്രം. സകലത്തെയും കാൽ കീഴാക്കുന്നവൻ അവിടെ നിന്നാണ്. ഈ പ്രതിസന്ധി നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയാ ഷീലസിസെ. ഇതിനകത്ത് നിങ്ങൾ പിന്മാറി പോകരുത്, ഇതിനകത്ത് നിങ്ങൾ ചഞ്ചലപ്പെടരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നവനായ കർത്താവിനെ നമുക്ക് നോക്കാം, നമുക്ക് വേണ്ടി കരുതാൻ ദൈവം ശക്തനാണെന്ന് ആ പ്രിയപ്പെട്ട സഹോദരിയെ ഉറപ്പിക്കുവാനിടെ ഞാൻ പറഞ്ഞ എന്തെന്നറിയാമോ? ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന അനേക സഹോദരങ്ങൾ ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ചില വ്യക്തികളെങ്കിലും ഇതുപോലെയുള്ള പല പ്രതിസന്ധികളിലൂടെ പോകുന്നവരാ. എന്നാൽ നിങ്ങളോട് പറയുവാൻ എനിക്ക് ഒന്നുണ്ട്, എന്റെ ദൈവമക്കളെ, ഈ പ്രതിസന്ധികളൊന്നും നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകരുത്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനെന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഞാൻ പല സാക്ഷ്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് LLBക്ക് അഡ്മിഷൻ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെയുള്ള പഞ്ചായത്ത് അധികാരികൾ, ഇവിടെ വില്ലേജ് ഓഫീസർമാർ എല്ലാവരും അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷെ ദൈവം അദ്ദേഹത്തിന് വേണ്ടി അത്ഭുതം ചെയ്തു. അടച്ചിട്ട വാതിലിന്റെ LLB ലോ കോളേജിന്റെ അടച്ചിട്ട വാതിലിന്റെ താഴത്തുകൂടെ തന്റെ ആപ്ലിക്കേഷൻ താൻ അകത്തേക്ക് തള്ളിയിട്ടിട്ട് താൻ വീട്ടിലേക്ക് വന്നു. തനിക്ക് ഒരിക്കലും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ല, പക്ഷെ അവിടെ നമുക്ക് വേണ്ടി കരുതിയ ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്റെ സഹോദരങ്ങളോട് പറയാം, പരിശോധനകൾ ജീവിതത്തിൽ വരും, പ്രതിസന്ധികൾ ജീവിതത്തിൽ വരും. പക്ഷേ അതിന്റെ നടുവിൽ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഇതിനെ അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു ശക്തി എന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. ബലഹീനതകൾ തികഞ്ഞു വരുന്ന ശക്തി. ശരീരത്തിനകത്ത് രോഗബന്ധനങ്ങൾ കടന്നു വരുമ്പോൾ പറയണം, എന്നെ ശക്തനാക്കുന്ന ഒരു കർത്താവ് എന്റെ കൂടെയുണ്ട്. പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ പറയണം, ഈ പ്രതിസന്ധികളുടെ നടുവിൽ എനിക്ക് സഹായമായി എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഇതെല്ലാം എന്തിനെന്നറിയാമോ? ദൈവമക്കളെ, നമ്മെ ശുദ്ധീകരിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുകയാണ്. കാരണം കർത്താവിന് ഇവിടെ കുറെ നന്മ തന്ന്, ഇവിടെ കുറെ സമ്പത്ത് തന്ന്, ഇവിടെ ബംഗ്ലാവ് തന്ന്, മക്കളെ UK-യിലും വിട്ട് കാനഡയിലും വിട്ട് നല്ല സന്തോഷ സമൃദ്ധിയോടെ ഇവിടെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബവും ആയിത്തീരാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നാം തന്റെ സന്നിധി ചെന്ന് നിൽക്കണം, വിശുദ്ധരായി നിഷ്കളങ്കരായി നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ നാം അവിടെ ചെന്ന് നിൽക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുന്നത്. ഇന്ന് പകൽ നാം വായിച്ച തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും
ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന ആ പദത്തിന് മൂലഭാഷയിലെ ബീമ എന്ന ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പഴയ ഗ്രീക്ക് സംസ്കാരത്തില് അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ വിജയികളായിരുന്ന ആളുകളെ പ്രഖ്യാപിക്കുവാനും അവർക്കുള്ള പ്രതിഫലം വീതിക്കുവാനുമായിട്ട് അവിടെ ഇരിക്കുന്ന ആ സിംഹാസനത്തിന് അല്ലെങ്കിൽ ഇരിപ്പിടത്തിന് പറയുന്ന പേരാണ് ഭീമ അഥവാ ന്യായാസനം എന്ന് പറയുന്ന ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ദൈവമക്കളോട് പറയാം, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നാം കർത്താവിന്റെ സന്നിധിയിൽ ചെയ്യുന്നതായ നല്ലതും തീയതുമായ സകല പ്രവൃത്തികളെയും കർത്താവ് ന്യായം വിധിക്കുന്ന അതിനിരിക്കുന്ന സിംഹാസനത്തെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. നമ്മള് ദൈവവചനത്തിൽ വായിക്കുന്നു, കർത്താവിന്റെ കാഹള ശബ്ദം കേട്ട് കർത്താവിന്റെ ആ സന്നിധിയിൽ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരെയാണ് ഈ ന്യായാസനത്തിന്റെ മുമ്പിൽ കർത്താവ് ന്യായം വിധിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിലും നമ്മളൊരു സിംഹാസനം കാണുന്നുണ്ട്, ഒരു വെള്ള സിംഹാസനം. അതിന് ഗ്രീക്കിൽ പറയുന്നത് ത്രോണോസ് എന്ന് പറയുന്ന ഒരു പദമാണ്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഭൂമിയിലുള്ള സകല ദുഷ്ടന്മാരെയും അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത വിധി പ്രഖ്യാപിച്ചുകൊണ്ട് അവരെ നിത്യ നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തെയാണ് വെള്ള സിംഹാസനം എന്ന് പറയുന്നത്. എന്നാൽ ന്യായാസനം എന്ന് പറയുന്നത് ഒരു ദൈവ പൈതലിനെ വിധിക്കുവാനുള്ള ഇടമാണ്. ഒരു ദൈവ പൈതലിനെ, ഒരു വിശ്വാസിയെ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ വിധിക്കുവാനുള്ള സ്ഥാനമാണ് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് പറയുന്നത്. ആ ന്യായാസനത്തിൽ അതിന്റെ മുൻപിൽ കർത്താവിനെ അറിഞ്ഞ സകല ഭക്തന്മാരും ഒരു ദിവസം ചെന്ന് നിൽക്കും. ഇന്ന് പകൽക്കാലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെയാ നാം അനുഭവിച്ച കഷ്ടങ്ങൾക്കും നാം അനുഭവിച്ച നിന്ദകൾക്കും നാം അനുഭവിച്ച പീഡകൾക്കും നാം അനുഭവിച്ച ഒറ്റപ്പെടലുകൾക്കും എല്ലാം പ്രതിഫലം കണക്കിടുന്ന ഒരു സ്ഥലമാകട്ടോ ക്രിസ്തുവിന്റെ ന്യായാസനം. ഹല്ലേലൂയ! എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇവിടെ നമ്മള് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് കർത്താവിന്റെ സന്നിധിയിൽ തേജസ്സിനും മാനത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് കാണുവാൻ ഇടവരുന്നത് എവിടെ വെച്ചെന്നറിയാമോ? ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ. അവിടെ 3 പുസ്തകങ്ങൾ ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ! ഒന്ന് ദൈവത്തിന്റെ വചനമാണ്. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ വേദപുസ്തകം, ഇത് വെച്ചാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കുന്നത്. ഹല്ലേലൂയ! ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും ഇതെന്തിനാ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്? പ്രമാണിക്കാൻ വേണ്ടിയിട്ടാ. ഈ ഭൂമിയിൽ കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധരായി നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഭൂമിയിൽ ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ ദൈവം നമുക്ക് തന്ന വചനങ്ങളാ ദൈവമക്കളെ ഈ സുവിശേഷം, ഈ ദൈവവചനം. ഈ ദൈവവചനം വെച്ച് കർത്താവ് നമ്മെ ന്യായം വിധിക്കും. ഹല്ലേലൂയ! വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ ആ വചനം പ്രമാണിക്കാതെ നാം ജീവിച്ചാൽ ദൈവവചനം പറയുന്നു, മനുഷ്യന്റെ നല്ലതും തീയതുമായ പ്രവൃത്തികളെയാണ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ തിരുവചനം നാം പ്രമാണിക്കണം, വായിക്കുന്നവരായിട്ടല്ല. അതുകൊണ്ടാണ് കർത്താവിന്റെ തിരുവചനത്തിൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എന്തിനാ? രക്ഷയ്ക്കായി വളരുവാൻ. നാം രക്ഷിക്കപ്പെട്ടവരാണ്. പക്ഷേ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കണമെങ്കിൽ നാം വളർന്നുകൊണ്ടേയിരിക്കണം. വളരുവാൻ ഏക മുഖാന്തരം എന്ന് പറയുന്നത് ഈ തിരുവചനമാണ്. ഈ വചനം നാം ദൈനംദിനം വായിച്ച് അതിലൂടെ പരിശുദ്ധാത്മാവോ നമ്മളോട് സംസാരിക്കുന്ന ആ വചനങ്ങൾ നമ്മൾ പ്രമാണിക്കുമ്പോഴാണ് നാം ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനം പറയുന്നു, ക്രിസ്തുവിൽ വേരൂന്നിയും ആത്മീയ വളർച്ച പ്രാപിച്ചും നാം ഓരോ ദിവസവും മുന്നേറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ ന്യായം വിധിക്കുന്നത് ഈ സുവിശേഷ പ്രകാരമായിരിക്കും. നമ്മെ ന്യായം വിധിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നു സ്മരണയുടെ പുസ്തകം. രണ്ടാമതായിട്ട് നമ്മൾ വായിക്കുന്നത് സ്മരണയുടെ പുസ്തകം അഥവാ ഓർമ്മയുടെ പുസ്തകം. മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു,
യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽ എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നമ്മൾ ഡയറിയിൽ എഴുതി വെക്കും അല്ലേ? അതുപോലെ സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകം. യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ അത് ശ്രദ്ധ വെച്ച് കേട്ടു. മാത്രമല്ല, യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി, ആമേൻ സ്തോത്രം, സ്വർഗത്തിൽ ഒരു പുസ്തകമുണ്ട്. ഹല്ലേലൂയ. അതിനകത്ത് എല്ലാം എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിൽ നാം എത്രത്തോളം ദൈവത്തെ ഭയപ്പെടണം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തരും ആമേൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ആമേൻ ആമേൻ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. ദൈവമക്കളെ, നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, ഹല്ലേലൂയ, നാം പറയുന്ന ഓരോ വാക്കുകളും, ആമേൻ സ്തോത്രം, നമ്മുടെ ഓരോ ക്രിയകളും ആമേൻ എഴുതി എഴുതി വെക്കുന്നുണ്ട് കേട്ടോ സ്മരണയുടെ പുസ്തകത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ഭയപ്പെടണം. നാം എന്ത് ചെയ്യുമ്പോഴും, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഹല്ലേലൂയ, ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ ഭയത്തോടെ, ആമേൻ എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള, എന്റെ പ്രവൃത്തികളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള, ഇതിന് ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു ചിന്ത ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഭരിക്കുവാൻ ഇടയാകട്ടെ. മൂന്നാമതായിട്ട് തിരുവചനം പറയുന്നു, ജീവന്റെ പുസ്തകം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് തന്നെ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞൊരു വചനമുണ്ട്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. ഹല്ലേലൂയ. താൻ ഈരണ്ടായിട്ട് ആമേൻ അയച്ച ശിഷ്യന്മാര് 70 പേര് മടങ്ങി, ആമേൻ അവർ കടന്നുപോയി. ഭൂതങ്ങളൊക്കെ ഞങ്ങൾക്ക് കീഴടങ്ങി കർത്താവേ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ സുവിശേഷ വേല കഴിഞ്ഞ് അവര് ഭവനത്തിൽ ആമേൻ കർത്താവിന്റെ അടുക്കൽ മടങ്ങി വന്ന് അവര് അന്ന് പോയ റിപ്പോർട്ടുകളെല്ലാം പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ ആമേൻ അല്ല ദൈവമക്കളെ, ആമേൻ അതിനേക്കാൾ അപ്പുറമായി, ഹല്ലേലൂയ, നാം ചെയ്യുന്ന വലിയ പ്രവൃത്തികളല്ല, നാം ചെയ്യുന്ന പ്രസംഗങ്ങളല്ല, നാം ചെയ്യുന്ന പ്രവചനങ്ങളല്ല, നാം ചെയ്യുന്ന വീര്യപ്രവൃത്തികളല്ല, അതിലും അപ്പുറമായി നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു ചിന്ത നമ്മെ ഭരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആമേൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. കർത്താവ് ആമേൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നാം എല്ലാവരും നിൽക്കേണ്ടതായ ഒരു ദിവസമുണ്ട്. അന്ന് ആമേൻ ഈ പുസ്തകങ്ങളിൽ ആമേൻ എഴുതിയിരിക്കുന്നത് ആമേൻ കർത്താവ് എടുക്കും. അതിന് തക്കവണ്ണമാണ് നമുക്ക് പ്രതിഫലം കർത്താവ് തരുന്നത്. ആമേൻ ക്രിസ്തുവിന്റെ ന്യായാസനം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അറിയും? പ്രതിഫലം കണക്കിടുന്ന ഇടമാണ്. ഓരോ പ്രവൃത്തികൾക്കും പ്രതിഫലം തരുന്ന സ്ഥലമാണ്. എത്ര സന്തോഷം അല്ലേ? ആമേൻ. നമുക്കറിയാം ഓട്ടക്കളത്തിന്റെ ആ ഒരു അനുഭവം നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ആമേൻ 10-20 പേര് ആ ഓട്ടക്കളത്തിൽ ഇങ്ങനെ ഓടാൻ നിൽക്കുകയാണ്. അവർ ആ സ്റ്റാർട്ടിങ് ആമേൻ പോയിന്റിൽ ഇങ്ങനെ നിന്നുകൊണ്ട് അവരെല്ലാവരും ആമേൻ അവിടെ ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ അവർ ഓടുകയാണ്. എന്തിനാ? ആ ഫിനിഷിംഗ് പോയിന്റിൽ അവർക്ക് എത്തണം. അവിടെ ആമേൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി അവരെല്ലാം ഓടിക്കൊണ്ടേയിരിക്കുക. ഇതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഓട്ടക്കളത്തിൽ സകല ഭാരവും മുറുകെ പറ്റുന്ന പാവവും വിട്ട് നാം ഓടി, ആമേൻ അപ്പോസ്തലനായ പൗലോസ് പോലും പറയുക, ആമേൻ വല്ല വിധേനയും ഈ ഓട്ടക്കളത്തിൽ ഓടിയിട്ട് ആമേൻ എന്റെ ഓട്ടം തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. ബിരുദ് പ്രാപിക്കുവാൻ വേണ്ടി പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ആമേൻ ക്രിസ്തുവേശുവിൽ ആമേൻ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, എന്തിനെന്നറിയാമോ? അവിടെ ഒരു പ്രതിഫലം നമുക്കുണ്ട് കേട്ടോ. ഹല്ലേലൂയ. കർത്താവ് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. ഈ ഓട്ടക്കളത്തിൽ നന്നായി ഓടി ആമേൻ സ്തോത്രം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയാൽ മാത്രമേ ഹല്ലേലൂയ ആമേൻ ആ നല്ല പ്രതിഫലം ബിരുദ് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. നല്ലതും തീയതുമായ പ്രവർത്തികളെ കർത്താവ് ന്യായം വിധിക്കുന്ന സ്ഥലമാണ് ന്യായാസനം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തിനെല്ലാം ആയിരിക്കാം ദൈവം ന്യായം വിധിക്കുന്നത്? എന്തിനെല്ലാം ആയിരിക്കും നമുക്ക് ആ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ആമേൻ ന്യായം വിധിക്കുന്നത്? ഒന്ന്, തിരുവചനം പറയുന്നു, എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം, നമ്മുടെ പ്രവർത്തികൾക്ക് ആമേൻ ദൈവം ന്യായം വിധിക്കും. ഹല്ലേലൂയ. വചനം നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്യമാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തെ മറന്നു കളയുവാൻ
ആമേൻ തക്കവണ്ണം അനീതിയുള്ള ദൈവമല്ല. എന്റെ ദൈവമക്കളെ, നമ്മുടെ പ്രവർത്തികൾക്ക് ദൈവം ന്യായം വിധിക്കും. ഹാലലുയ. ഇന്ന് പകൽക്കാലം ഹാലലുയ എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും ഹാലലുയ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവമക്കളെ, നന്മ ചെയ്യുവാൻ നമുക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മടിക്കരുത് സഹോദരങ്ങളെ. കാരണം എന്തെന്നറിയാമോ? നാം ചെയ്യുന്നത് മനുഷ്യർക്കല്ല, ദൈവത്തിനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വിശുദ്ധന്മാർക്ക് ആമേൻ അവരെ ശുശ്രൂഷിക്കുവാൻ, ആമേൻ അവർക്ക് വേണ്ടുന്ന കൈത്താങ്ങൾ കൊടുക്കുവാൻ ആമേൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ആ പ്രവൃത്തിക്ക് ഒരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നില്ലേ, എന്റെ നാമത്തിൽ ഒരു മാത്രം തണ്ണീരെങ്കിലും കുടിപ്പാൻ കൊടുത്താൽ അതിനു പോലും പ്രതിഫലം കിട്ടാതെ ഇരിക്കുകയില്ല. അതുകൊണ്ട് 41 സങ്കീർത്തനം 1 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. ആമേൻ. ദൈവമക്കളെ, ഈ തിരുവചനമല്ല, കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളിലും എല്ലാ പുസ്തകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ കർത്താവാണ്. ആമേൻ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ആമേൻ നമ്മുടെ കർത്താവിനെ വെളിപ്പെടുത്തുകയാണ്. ഓരോ വചനങ്ങളിലൂടെ നമ്മുടെ കർത്താവാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണല്ലോ തിമത്യോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഉപദേശത്തിനും ആമേൻ നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പൊ ഈ തിരുവെഴുത്തെല്ലാം ദൈവം നമ്മളെ കേൾപ്പിക്കുന്നത് എന്തിനാ? ആമേൻ നമ്മളെ ഇതിലൂടെ തികഞ്ഞവരാകണം, കർത്താവിന്റെ സ്ഥലയിൽ തികഞ്ഞവരാകണം. അങ്ങനെ തികഞ്ഞവർക്ക് മാത്രമേ ആ ന്യായാസനത്തിന്റെ മുൻപാകെ ആമേൻ തല ഉയർത്തി നിൽക്കുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, നമ്മുടെ പ്രവൃത്തികളെ ന്യായം വിധിക്കും കർത്താവ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവൃത്തി ഒന്ന് ശോധന ചെയ്യാം. ആമേൻ. പിറുപിറുത്തുകൊണ്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും കൊടുത്താൽ, നമ്മൾ മനുഷ്യർക്കല്ല ദൈവമക്കളെ കൊടുക്കുന്നത്, കർത്താവിനാണ് കൊടുക്കുന്നത് എന്നുള്ള ബോധത്തോടെ ചെയ്യുന്നത് ആമേൻ മനുഷ്യർക്കല്ല കർത്താവിനാണെന്നുള്ള ബോധത്തോടെ ചെയ്താൽ ഇതിനെല്ലാം പ്രതിഫലമുണ്ട്. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് പറയുന്നു, ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുതെന്ന് പറയുന്നു, ദാസന്മാരെ യജമാനന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുന്നു, യജമാനന്മാരെ നിങ്ങൾക്കും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു പറഞ്ഞു വന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് അവസാനം പറയുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അടുത്ത വചനം ഏറ്റവും വളരെ ശ്രേഷ്ഠമാണ്. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് നിങ്ങൾ ഇതൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമി ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തി, ഞാൻ എൽസി ആന്റിയെ സഹായിക്കുമ്പോൾ, ഞാൻ ലീലാമാന്റിയെ സഹായിക്കുമ്പോൾ, ഞാൻ പൗളിസിനെ സഹായിക്കുമ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ, ഞാൻ എന്തും മനുഷ്യർക്ക് ഞാൻ എന്തും ചെയ്യട്ടെ, പക്ഷെ ഞാൻ ചിന്തിക്കേണ്ടത് എന്താ? ഞാനിത് ചെയ്യുന്നത് മനുഷ്യർക്കല്ല, ഞാൻ എൽസി ആന്റിക്കല്ല അത് കൊടുത്തത്, ഞാൻ ലീലാമാന്റിക്ക് അല്ല അത് ചെയ്തത്, ഞാൻ സിറുബ്രദറിനല്ല ചെയ്തത്, ഞാൻ എന്റെ കർത്താവിനാണ് അത് ചെയ്തത്. ആ ഒരു മനസ്സോടെ, അതുകൊണ്ടല്ലേ കർത്താവ് തന്നെ തിരുവായ്മഞ്ഞു പറഞ്ഞു, പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകന് കൊടുക്കുന്നത് പോലെ. സ്തോത്രം. ഒരു ശിഷ്യൻ എന്ന് വെച്ച് ഈ ശിഷ്യന് നിങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കെന്ന പോലെ ചെയ്യണം? കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്താൽ പ്രതിഫലം തരുന്നത്, അവകാശം എന്ന പ്രതിഫലം തരുന്നത് കർത്താവാണ്. അങ്ങനെയെങ്കിൽ പറയട്ടെ, നമുക്ക് തന്ന കുടുംബത്തിൽ നമ്മുടെ ഭർത്താവിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ, നമ്മുടെ ഭർത്താവിനെ നാം അനുസരിക്കുമ്പോൾ, നമ്മുടെ ഭർത്താവിനെ നാം ബഹുമാനിക്കുമ്പോൾ, അപ്പോൾ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഥ്യോപദേശത്തിൽ നാം വളർത്തുമ്പോൾ, ആമേൻ. പ്രിയപ്പെട്ട ദാസന്മാർ, സഹോദരങ്ങളെ, സഹോദരന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു എങ്ങനെ തന്റെ ശരീരത്തെ, തന്റെ സഭയെ സ്നേഹിച്ചോ അതുപോലെ ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ, തിരുവചനത്തിൽ എന്ത് നമ്മോട് കൽപ്പിക്കുന്നു അതെല്ലാം നാം പ്രമാണിക്കുമ്പോൾ ഈ പ്രവർത്തികൾക്കെല്ലാം ഒരു ദിവസം ദൈവത്തിന്റെ മുൻപാകെ ആമേൻ കർത്താവ് ന്യായം വിധിക്കും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകല് നമുക്ക് നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം പിറുപിറുപ്പോടെ ഒന്നും ചെയ്യാതെ, സ്വന്തം കുടുംബത്തിൽ പോലും എനിക്കറിയാം എത്രയോ സഹോദരിമാർ പിറുപിറുപ്പോടെ, അമ്മായിയമ്മയും അനുമക്കളുമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, പിറുപിറുക്കുന്നവർ, ആ പിറുപിറുപ്പെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഞാനിത് ചെയ്യുന്നത് എന്റെ കർത്താവിനാണ്, എന്റെ മരുമകൾക്കല്ല, എന്റെ അമ്മായിയപ്പനല്ല, എന്റെ അമ്മായിയമ്മയ്ക്കല്ല, അല്ലെങ്കിൽ എന്റെ നാത്തൂനല്ല, കൂടപ്പിറപ്പില്ല, ഇല്ല, അവരല്ല, അവർക്കല്ല ഞാനിത് ചെയ്യുന്നത്, ഞാൻ എന്റെ കർത്താവിനാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മനോഭാവത്തോടെ നാം ചെയ്യുന്നതെങ്കിൽ നിശ്ചയമായിട്ടും
ഒരു പ്രതിഫലമുണ്ട്. പ്രതിഫലം വീതിക്കുന്ന ഒരു ദിവസമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തികൾക്ക് ദൈവത്തിന്റെ മുൻപാകെ ന്യായം വിധിക്കും. രണ്ട്, നമ്മുടെ വാക്കുകൾക്ക് ദൈവം മുൻപാകെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 36-37 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്റെ ദൈവമക്കളെ, നമ്മുടെ വാക്കുകൾക്ക് ഒരു ദിവസം ന്യായം വിധിക്കും. ദൈവവചനം പറയുന്നു, ഏത് നിസ്സാര വാക്കിനും. ഞാൻ വളരെ ഭയത്തോടെ ഈ വചനത്തിന് മുമ്പാകെ ഞാൻ എന്നെയും കൂടെ സമർപ്പിക്കുക. നമ്മൾ അറിയാതെ എത്രയോ വാക്കുകളാ നമ്മുടെ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ കർത്താവിന് പ്രസാദകരമാണോ? അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു: യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ അധരങ്ങൾ ദൈവമക്കളെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തവ സംസാരിക്കാൻ നമ്മുടെ അധരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്റെ വായെ ഞാൻ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു തീരുമാനമെടുക്കാം. എന്റെ വാക്കുകൾക്ക് ഒരു ദിവസം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ, ഓ കർത്താവേ, ആമേൻ ആമേൻ, ഞാൻ പറഞ്ഞ ഓരോ വാക്കുകളും അവിടെ റെക്കോർഡ് ചെയ്യുക കേട്ടോ. ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് CC ക്യാമറ എടുത്താൽ ഇതെല്ലാം നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തത് എല്ലാം അതിനകത്ത് കാണാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തമ്പുരാന്റെ തിരുവചനത്തിൽ എഴുതിയിരിക്കുക, ഇതെല്ലാം നിന്റെ മുൻപാകെ നിരത്തി വെക്കുമെന്ന് സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ദുഷ്ടനോട് ദൈവം പറയുന്നു, നീ പറഞ്ഞതും നീ ചെയ്തതും നീ ചെയ്തതുമായ എല്ലാം ഞാൻ നിന്റെ മുമ്പിൽ നിരത്തി വെക്കും. സ്തോത്രം. നമുക്ക് ന്യായം പറയുവാൻ, ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല കർത്താവേ, ഞാൻ അറിഞ്ഞില്ലെന്ന് പറയാൻ ഇടവരത്തില്ല ദൈവമക്കളെ. ഇതെല്ലാം അവിടെ റെക്കോർഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഭയത്തോടെ ഞാൻ ഈ തിരുവചനത്തിന് മുമ്പാകെ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്റെ കുറവുകളെ കർത്താവേ ക്ഷമിക്കണേന്ന് പിന്നെയും പറഞ്ഞിട്ടാ ഞാൻ ഈ തിരുവചനത്തിന് മുമ്പാകെ ഞാനും ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ, കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഓരോരുത്തരോടും, കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ, ഓരോരുത്തരോടും നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അവിടെ പറയുന്നത് എന്തെന്നറിയാം? നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളാ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ അധരത്തെ നമുക്കൊന്ന് സൂക്ഷിക്കാം. ആവശ്യമില്ലാത്ത സംസാരിക്കാൻ ഈ അധരങ്ങളെ വിട്ടുകൊടുക്കരുത് ദൈവമക്കളെ. ഹല്ലേലൂയ. യാക്കോബ് പറയുക, ഈ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും അതേ അധരങ്ങൾ കൊണ്ട് നിങ്ങൾ ശാപത്തിന്റെ വാക്കുകൾ പറയുകയും ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുമോ? ഒരേ നീരുറവിൽ നിന്ന്, ഒരേ ഉറവിൽ നിന്ന് കയ്പുള്ളതും മധുരമുള്ളതുമായ വെള്ളം പുറപ്പെടുമോ? സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായി തീരട്ടെ. 45-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകളുണ്ട്: എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് പറയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകും. ശുഭവചനത്താൽ ഹൃദയം നിറഞ്ഞാൽ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലായി മാറും. അങ്ങനെയെങ്കിൽ നല്ലത് ഹൃദയത്തിനകത്ത് ഇരിക്കട്ടെ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, നല്ലത് പുറപ്പെടുവിക്കുന്നു. ഒരു മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടറിയാം അവൻ ആരാണെന്നുള്ളത്. സ്തോത്രം. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിന്റെ വാക്കിനാൽ തന്നെ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കിനാൽ തന്നെ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നമ്മുടെ വാക്കുകൾക്ക് ദൈവം ന്യായം വിധിക്കും. മൂന്നാമതായിട്ട് പറയുന്നു, നമ്മുടെ രഹസ്യങ്ങളെ കർത്താവ് ന്യായം വിധിക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ഓ ഹല്ലേലൂയ. ഭയപ്പെടുക ദൈവമക്കളെ, ഭയപ്പെടുക. രഹസ്യങ്ങൾ മറ്റാരും കാണത്തില്ല, സഭയിലെ പാസ്റ്റർ കാണത്തില്ല. നമ്മുടെ രഹസ്യങ്ങളെ നാം അറിയുമ്പോൾ തന്നെ ആ രഹസ്യങ്ങളും കൂടെ കർത്താവ് റെക്കോർഡ് ചെയ്ത് വെക്കും കേട്ടോ. ഒരു ദിവസം സകല രഹസ്യങ്ങളെയും ന്യായം വിധിക്കുവാനായിട്ട് നിൽക്കുമ്പോൾ ലജ്ജിച്ച് തല താഴ്ത്താൻ ഇടവരരുത് കർത്താവിന്റെ സന്നിധിയില്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കുവാൻ ഇന്ന് പകൽ ഈ തിരുവചനങ്ങൾ നമുക്ക് പ്രാപ്തമാകട്ടെ. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണല്ലോ. സ്തോത്രം. അടുത്തതായിട്ട് നമ്മുടെ ആലോചനകളെ ദൈവം ന്യായം വിധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവവചനം 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് വരുവോളം
സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാവും. കൊരിന്തി ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം കർത്താവ് പറയുന്നു, നമ്മുടെ ആലോചനകളെ കർത്താവ് വെളിപ്പെടുത്തുമെന്ന്. ആമേൻ, സ്തോത്രം. എന്റെ ദൈവമക്കളെ, 139-ാം സങ്കീർത്തനത്തിൽ ആമേൻ ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എന്റെ നിരൂപണമൊക്കെയും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൈവമക്കളെ, ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആലോചനകൾ ഉണ്ടല്ലോ, അത് ഹല്ലേലൂയ, ആമേൻ, തൊട്ടടുത്തിരിക്കുന്നവരാരും അറിയത്തില്ല. പക്ഷേ ആലോചനകളെ അറിയുന്ന ഒരുവനുണ്ട്. ആമേൻ, സ്തോത്രം. സകല നിരൂപണങ്ങളെയും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരുവനുണ്ട്. ആ ആലോചനകളെല്ലാം വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ടെന്ന്. ആമേൻ, സ്തോത്രം. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മൾ ആലോചിച്ചു കൂട്ടിയതുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന എവിടെയാണെന്നറിയാമോ? ഹൃദയത്തിനകത്താ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകള് നോക്കിക്കേ, നമ്മൾ രാവിലെ ഒന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്ന നിമിഷം മുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ആ ഒരൊറ്റ നിമിഷം കൊണ്ട്, എന്നുവെച്ചാൽ നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് ആ കിടക്കയിൽ ഒന്ന് ഇരിക്കുന്ന നിമിഷം മുതൽ എത്രയോ ആലോചനകളാണ് നമ്മുടെ ഹൃദയത്തിലൂടെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. അതിനകത്ത് നല്ലതുമുണ്ട്, തീയതുമുണ്ട്. നമ്മുടെ വാക്കുകൾ നല്ലതുമുണ്ട്, തീയതുമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾ നല്ലതുമുണ്ട്, തീയതുമുണ്ട്. നമ്മുടെ രഹസ്യങ്ങൾ നല്ലതുമുണ്ട്, തീയതുമുണ്ട്. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ കർത്താവിന്റെ മുൻപാകെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്റെ സഹോദരങ്ങളെ, ഇന്ന് പകല് ആമേൻ, നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് വാസ്തവമായിട്ട് നമ്മളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് എന്റെ അപ്പ സംസാരിച്ചു. എനിക്ക് ഈ വചനം എന്റെ അപ്പ സംസാരിച്ച ആ സമയം മുതൽ ഞാൻ എന്നെ തന്നെ എത്രത്തോളം, നമുക്ക് കഴിവില്ല, നമ്മൾ മനുഷ്യരാണ്, ആമേൻ, സ്തോത്രം. എങ്കിലും അപ്പനോട് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ തരും. നമ്മുടെ രഹസ്യങ്ങളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളാക്കി മാറ്റുവാൻ, ചിന്തകളാക്കി മാറ്റുവാൻ, വാക്കുകളാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. അതിനായിട്ട് നമുക്കൊന്ന് കർത്താവിന്റെ മുമ്പാകെ സമർപ്പിച്ചു കൊടുക്കാമോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ആമേൻ, തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മളോട് സംസാരിച്ചു. ആമേൻ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ കർത്താവിന്റെ വചനത്തിൽ 21-ാം അധ്യായത്തില് ആമേൻ നമ്മൾ വായിക്കുന്നല്ലോ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. 22-ാം അധ്യായം അതിന്റെ ആമേൻ 11-ാം വാക്യം, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരുന്നത് തന്റെ വിശുദ്ധന്മാരെ ചേർക്കാനാ. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ ആമേൻ കർത്താവിനെ അറിഞ്ഞ ആ നാള് മുതൽ ആമേൻ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുന്ന സമയം വരെ ആമേൻ ഓരോ ഭക്തനും ചെയ്ത പ്രവൃത്തികൾ, ഓരോ ഭക്തനും പറഞ്ഞ വാക്കുകൾ, ഓരോ ഭക്തനും ചിന്തിച്ച ആമേൻ ആലോചനകൾ, ഓരോ ഭക്തന്റെയും രഹസ്യങ്ങൾ എല്ലാറ്റിനും അവിടെ ആമേൻ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുൻപ് ആമേൻ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും. പ്രതിഫലം അന്ന് കണക്കിടും. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ള പ്രതിഫലം അന്ന് കിട്ടും. അന്ന് ചിലരൊക്കെ ആമേൻ ലജ്ജിച്ച് തല താഴ്ത്തുമ്പോൾ ആമേൻ ചിലരൊക്കെ തല ഉയർത്തി നിൽക്കും. ദൈവമക്കളെ, ഓരോ പ്രവൃത്തികൾക്കും ആമേൻ സ്തോത്രം കിരീടങ്ങളായിട്ട് ആമേൻ നമുക്കറിയാം, തിരുവചനത്തിൽ ആമേൻ അനേക കിരീടങ്ങൾ ആമേൻ അനേകർക്ക് ലഭിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആമേൻ നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് വേറെ, ആമേൻ സൂര്യന്റെ തേജസ് വേറെ, ആമേൻ ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, എല്ലാം തമ്മിൽ ഭേദമുണ്ടാവുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ആമേൻ നമുക്ക് ആ കർത്താവിന്റെ സന്നിധിയിൽ എത്രത്തോളം പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കാം. ദൈവം നമുക്ക് തന്ന കഴിവുകള്, ദൈവം നമുക്ക് തന്ന താലന്തുകള്, ദൈവം നമുക്ക് തന്ന ഓരോ അനുഭവങ്ങളും അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു. ആമേൻ. അനേകരോട് സുവിശേഷം പറയുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. ആമേൻ. തിരുവചനത്തിലെ കർത്താവ് എന്നോട്
സംസാരിച്ച ഒരു വചനം ഇതാണ്: യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് ചെയ്യാത്തവന് വളരെ അടികൊള്ളും. ആമേ സ്തോത്രം. യജമാനന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. യജമാനന്റെ ഇഷ്ടം ആമേൻ നമ്മളെ ഏൽപ്പിച്ച ആടുകളെ നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും ആമേൻ അവർക്ക് കൊടുക്കേണ്ട വചനങ്ങൾ അവർക്ക് സമയത്ത് കൊടുത്ത് അവരെയും നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ദൈവമക്കളെ, നമുക്ക് തന്ന ഓരോ ആമേൻ കടമകളും നാം എത്രത്തോളം നിർവഹിക്കുന്നുണ്ട്, അതിനെല്ലാം ഒരു ദിവസം പ്രതിഫലം കർത്താവ് നമുക്ക് തരും. ആമേ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവരായി നിൽക്കേണ്ടതിന് ആമേൻ നമുക്ക് ഇന്നു മുതൽ നമുക്ക് കർത്താവ് തരുന്ന ഓരോ അവസരങ്ങളും നമുക്ക് വിനിയോഗിക്കാം. എല്ലാം കർത്താവിന് എന്ന പോലെ ചെയ്യുവാൻ, ഹാലലൂയ, അനേകരോട് സുവിശേഷം പറയുവാൻ, അനേകരെ കർത്താവിന് വേണ്ടി നേടുവാൻ, ദൈവരാജ്യത്തിലേക്ക് അനേകരെ ആദായപ്പെടുത്തുവാൻ, അനേകർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അവൻ നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. ഹാലലൂയ. അപ്പോൾ തന്നെ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും രഹസ്യങ്ങളും ആലോചനകളും ദൈവത്തിന് പ്രസാദകരമായി തീരുവാനും സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. നമ്മുടെ കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുവാനുള്ള പ്രാഗൽഭ്യത്തോടെ ഓരോ ദിവസവും വിശുദ്ധിയെ തികച്ച് നമുക്ക് ജീവിക്കുവാൻ സർവശക്തൻ നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അനുഗ്രഹീതമായി നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അടിയനോട് കർത്താവ് സംസാരിച്ചതിനായി സ്തോത്രം. എന്റെ കർത്താവെ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവളായി നിൽക്കുവാൻ യേശുപ്പാ, അടിയനും കർത്താവ് കൃപ തരണേ. കർത്താവെ, അങ്ങ് പ്രതിഫലം കണക്കിടുന്ന ആ ദിവസത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രതിഫലം അവിടെ നിന്ന് ഒരുക്കുന്നുണ്ടല്ലോ കർത്താവെ. അത് പ്രാപിക്കുവാനുള്ള ആ ഒരു വിശ്വസ്ത മനസാക്ഷിയോടെ ജീവിക്കുവാൻ എന്റെ ദൈവമേ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു. ഈ പ്രസംഗം കേട്ട ഓരോ വ്യക്തികളെ അതിനായി ഒരുക്കണേ. ഇന്ന് മുതൽ കർത്താവെ, ഈ തിരുവചനങ്ങൾ ഓരോ പ്രിയപ്പെട്ടവരോട് ഇടപെടണേ. പരിശുദ്ധാത്മാവേ, അങ്ങ് പറഞ്ഞിട്ടാണ് കർത്താവെ അടിയൻ ഈ വചനം സംസാരിച്ചത്. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഈ തിരുവചനം ഇടപെട്ടുകൊണ്ടിരിക്കണേ, സംസാരിച്ചു കൊണ്ടിരിക്കണേ. അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവരുടെ കിടക്കയിൽ ഹാലലൂയ, അങ്ങ് അവരോട് സംസാരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഞങ്ങൾക്ക് ഒരുമിച്ച് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശോപ്പ, അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിച്ചാട്ടെ. പ്രത്യേകിച്ച് ഞങ്ങൾ റോയ് പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിനായി സ്തോത്രം. കർത്താവെ, കോൺഗ്രേഷന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നിന്റെ മക്കളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ റോയ് പാസിനോടും ഈ സംഘടനയോടുമുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ദേവദാസി.